ഞാൻ ഇവിടുന്ന് പഠിക്കാൻ പോയപ്പോണ്ടല്ലോ, ഇവിടെ എങ്ങും റോഡും ബസ്സും ഇല്ല. ഞാൻ പാതാമ്പഴ ചെന്ന് ബസ് കയറിയ ആലുവായ്ക്ക് പഠിക്കാൻ പോകും. അതുവരെ ചുമന്ന് നടക്കുക. അത്ര കിലോമീറ്റർ ഉണ്ട്. അന്ന് അത്രയും ഉയർച്ചയും വളർച്ചയൊന്നും സമയം ഓരോ ഗ്രാമങ്ങളിലൊന്നും ഇല്ല. പക്ഷെ ഇന്ന് പുരോഗതി പ്രാപിച്ച അവസ്ഥയിലാണ് കേരളം. പള്ളിയോടനുബന്ധിച്ച് സ്കൂള്, കോളേജുകളെല്ലാം പുരോഗതി പ്രാപിച്ച അവസ്ഥ. റോഡുകൾ, കറണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 50 കൊല്ലം കൊണ്ട് വന്ന മാറ്റമാണ്. പക്ഷെ അത് നമ്മൾ ഒറ്റയ്ക്കല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമായിട്ടല്ല ചെയ്യേണ്ടത്. എല്ലാവരെയും നമ്മൾ കൂട്ടണം. എല്ലാവരും ഇവിടെ തിരികെ താമസിക്കുന്ന ഒരു സ്ഥലമാക്കാനല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി അത് ചെയ്തപ്പോൾ വലിയ പുരോഗതി ഉണ്ടായി. അവർക്ക് വയസ്സിലും നമുക്ക് വയസ്സിലും 50 വർഷം കൊണ്ട് പുരോഗതി പറഞ്ഞു നിന്നത് പുരോഗതിയുടെ ഒരു സ്ഥലത്താണ്. പള്ളിയിലെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് വെറുതെ പള്ളിമുറിയിൽ ഇരുന്ന് ഫോൺ കുത്തിയിരിക്കുന്ന പരിപാടി അതല്ല നമുക്ക് ചേർന്നത്. നമ്മൾ മറ്റു മനുഷ്യൻ്റെ ഇടയ്ക്കോട്ട് പോകണം. മനുഷ്യൻ്റെ ഒരു സമാധാനം ഇല്ലായ്മ അത് കുടുംബത്തിലാണ്. ആ കുടുംബങ്ങളിൽ നമ്മൾ സന്ദർശിച്ചെങ്കിൽ ഈ സന്തോഷം എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ വീടുകൾ സന്ദർശിക്കണം, അവരെല്ലാം കാണണം, അവർക്ക് വേണ്ട വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ അവരെ മുമ്പോട്ട് നയിക്കാം. ഈ രോഗമുള്ളവരെയൊക്കെ നിരാശയിലോട്ട് തള്ളാതെ അവരൊക്കെ അങ്ങനെ നയിക്കാം. അങ്ങനെ നമ്മൾ അച്ഛന്മാരാണേലും എല്ലാവരുടെയും വീടുകളിലൊക്കെ സന്ദർശനം നടത്തണം. അത് വലിയ കാര്യമായിരിക്കും. പുരോഗമനം ഒരു വശമേ വരുള്ളൂ. അതിന് കുടുംബത്തിൻ്റെ സമാധാനം വേറൊരു വശമേ വരും. അത് നമ്മൾ സന്ദർശനം മൂലമാണ് ഉണ്ടാകേണ്ടത്. അവർ ചെറുതായിട്ടൊക്കെ സഹായിച്ചു, അങ്ങനെ മുമ്പോട്ട് അവരെ നയിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും വർക്ക് മുമ്പോട്ട് ചെയ്യാറുണ്ട്. ആ ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങണം. വെറുതെ പള്ളിയെ കുത്തിയിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് കുടുംബം കുത്തിയിരുന്ന് ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശമായ വലിയ പുരോഗമനം വന്നപ്പോൾ മറുവശമായ കുടുംബങ്ങളെല്ലാം വിഷമിക്കുക. അവിടെയാണ് നമ്മുടെ സാന്നിധ്യം ആവശ്യം, അവിടെയാണ് നമ്മുടെ സഹായം ആവശ്യം. അവരെ പറ്റുന്നവരെ വാക്കുകൊണ്ട് സമാധാനിപ്പിക്കാം, ഒരു സാമ്പത്തികമായിട്ട് പറ്റുന്നവരൊക്കെ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്.